എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമുക്ക് 10 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ അത്യാവശ്യം ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള ഫൊറിയർ സൈൻ സീരീസ്, ഫൊറിയർ കൊസൈൻ സീരീസിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, സോ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്നൊരു മൊഡ്യൂളാണ്, പക്ഷെ നല്ലപോലെ പഠിക്കണം. സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഉണ്ടോ ഇതുപോലെ ഇൻ്റർവെല്ലിൽ സ്പ്ലിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഓഡ് ഈവൻ നമുക്ക് എടുക്കാൻ പറ്റില്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. എന്നും ബി എന്നും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഒരെണ്ണം 0 ആയി പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഒരു ഡിഡക്ഷനും ചെയ്യാനുണ്ട്. ഡിഡക്ഷൻ്റെ ഒരു പ്രോബ്ലം ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 10 മാർക്കിൻ്റെ 1 മാർക്ക് ആദ്യമേ വാങ്ങിക്കാം. 2 മാർക്ക് മേടിക്കാൻ പറ്റും കംപ്ലീറ്റ് ഫോർമുല എഴുതുകയാണെന്നുണ്ടെങ്കിൽ. 1 മാർക്ക് എന്തെഴുതുമ്പോൾ കിട്ടും? ഫൊറിയർ സീരീസിൻ്റെ ഫോർമുല എഴുതുമ്പോൾ കിട്ടും. എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n/x/l പ്ലസ് bn sin n/x/l. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ എൽ നമുക്ക് ആദ്യമേ കണ്ടുപിടിച്ച് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് -π ആണ്, മാക്സിമം അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് π ആണ് അല്ലേ. എൽ എന്ന് പറയുന്നത് എന്താണ്? b-a/2. ഇത് എയും ബിയും ആണെങ്കിൽ എൽ എന്താണ്? b-a/2 ആണ്. സോ π -π/2 π + π/2 2π/2 π. ഓക്കെ, എൽ എന്ന് പറയുന്നത് എന്താണ്? π ആണ്. സോ എല്ലിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്ത് നമുക്കൊന്ന് എഴുതണം. അത് ഇക്വേഷൻ നമ്പർ 1 ആക്കി ഇട്ടിട്ട് നമുക്ക് a0 a-നും b-നും ഫോർമുല എഴുതാം. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് വരിക? a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n/x/എല്ലിന് പകരം പൈ കൊടുക്കണം. അപ്പോൾ പൈ കട്ടായിട്ട് എന്ത് കിട്ടും? nx പ്ലസ് bn സൈൻ n/x/π. പൈ കട്ടായാൽ nx. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ നമ്പർ 1. സോ ഇനി നമുക്ക് a0ഉം a-നും b-നും കണ്ടുപിടിച്ചിട്ട് നമ്മളത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എവിടെയാണ്? ഇക്വേഷൻ നമ്പർ 1ലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഈ a0ൻ്റെയും a-ൻ്റെയും b-ൻ്റെയും ഫോർമുല ആദ്യം ഒന്ന് എഴുതി വെക്കണം. അപ്പോൾ ഇത്രയും ഫോർമുല കംപ്ലീറ്റ് ആകുമ്പോൾ 2 മാർക്ക് കിട്ടും. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 2 മാർക്ക് കിട്ടും. 8 മാർക്ക് എന്ന് പറയുന്നത് ഫൈനൽ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ വരെയാണ് 8 മാർക്ക്. ഈ ഒരു ഡിഡക്ഷൻ ചെയ്യുന്നതിനാണ് എക്സ്ട്രാ 2 മാർക്ക് വരിക. അതാണ് ഈ ഡിഡക്ഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 10 മാർക്ക് ആയിരിക്കും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിനായിരിക്കും. ഓക്കെ, സോ a0ൻ്റെ ഫോർമുല എന്താണ്? a0 is equal to 1/l integral alpha to alpha plus 2l f of x dx. an is equal to 1/l integral alpha to alpha plus 2l f of x into cos n/x/l dx. bn is equal to 1/l integral alpha to alpha plus 2l f of x into sin n/x/l dx. ഓക്കെ, സോ അപ്പോൾ നമുക്കിനി a0 കണ്ടുപിടിക്കുന്ന പരിപാടിയിലേക്ക് പതിയെ പ്രവേശിക്കാം. സോ അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം? ആദ്യമേ നമുക്ക് a0 കണ്ടുപിടിക്കണം അല്ലേ. സോ a0 നമുക്ക് കണ്ടുപിടിക്കുന്ന പരിപാടിയിലേക്ക് കയറാം. a0ൻ്റെ ഫോർമുല എന്താണ്? a0 is equal to 1/l integral alpha to alpha plus 2l f of x dx അല്ലേ. സോ a0ൻ്റെ ഫോർമുല എന്താണ്? 1/l ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് a0ൻ്റെ ഫോർമുല. സോ 1/l എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടുപിടിച്ചതാണ് പൈ. ഓക്കെ, ലിമിറ്റ് സ്പ്ലിറ്റ് ആവുന്ന ക്വസ്റ്റ്യന് എന്തിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രാക്കറ്റ് ഇട്ട് വേണം തുടങ്ങാൻ. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഓക്കെ, ആദ്യമേ ഇൻ്റഗ്രൽ ആദ്യത്തെ ലിമിറ്റ് -π to 0 വരെ, -π to 0 വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? -π ആണ് dx പ്ലസ് ഇൻ്റഗ്രൽ 0 മുതൽ π വരെ
എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളാരാണ് എക്സ് ഡി എക്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഇവാലുവേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ആൻസറായി. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു -π എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി -π പുറത്ത് വന്നാൽ ഇൻ്റഗ്രൽ ഡി എക്സ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്താണെന്നറിയാം, എക്സ് ആണെന്നറിയാം അല്ല. ഇൻ്റഗ്രേഷൻ്റെ ബേസിക് ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അല്ല. ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്, -π മുതൽ 0 വരെ പ്ലസ് ഇൻ്റഗ്രൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്, x²/2 ആണ്. ഓവർ ദ ലിമിറ്റ് 0 മുതൽ π വരെ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു -π പുറത്ത് കിടപ്പുണ്ട്, -π പുറത്ത് കിടപ്പുണ്ട്. എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്, 0 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, -π അല്ലേ. എക്സിന് പകരം എന്ത് കൊടുക്കുക, -π. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പരിപാടി കഴിഞ്ഞു. ഇനി പ്ലസ് ഇവിടെ എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് എന്ത് കൊടുക്കണം, π കൊടുക്കണം. എക്സിന് π കൊടുക്കുമ്പോൾ എന്താണ്, π²/2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അപ്പോൾ എന്താണ് വരിക, സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു 1/π ഇൻറ്റു ഇവിടെ -π ഇൻറ്റു ഈ രണ്ട് മൈനസ് ചേർന്നിട്ട് +π ആവും അല്ലേ. -π ഇൻറ്റു +π പ്ലസ് π² എന്തുണ്ട് അവിടെ, ഒരു 2 ഉണ്ട്, ശരിയല്ലേ. സോ 1/π ഇൻറ്റു 1/π ഇൻറ്റു -π ഇൻറ്റു π എന്ന് പറയുന്നത് എന്താണ്, -π² അല്ലേ, ശരിയല്ലോ. -π ഇൻറ്റു π എന്ന് പറഞ്ഞാൽ -π² പ്ലസ് എന്ത് കിടപ്പുണ്ട്, ഒരു π²/2 കിടപ്പുണ്ട്, ശരിയല്ലയോ. പ്ലസ് ഒരു π²/2 കിടപ്പുണ്ട്. ഇനി ഇവിടെ എന്ത് ചെയ്യാം, മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഒരു /1 കൊടുത്താൽ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1/π ഇൻറ്റു ക്രോസ് ചെയ്താൽ എന്താണ് വരിക, 2 ഇൻറ്റു -π², -2π², ശരിയല്ലയോ. 2 ഇൻറ്റു -π² -2π² പ്ലസ് 1 ഇൻറ്റു π² ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 2. ഓക്കെ ആണേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു 1/π ഇൻറ്റു ഇവിടെ -2π² പ്ലസ് π² എന്താണ്, -2ൻ്റെ കൂടെ 1 കൂട്ടിയാൽ -1, സോ -1π², അതായത് -π², ശരിയല്ലയോ. -2π²ൻ്റെ കൂടെ ഒരു π² കൂടെ കൂട്ടിയാൽ -1π², അതായത് -π², ശരിയല്ലേ. അല്ലെങ്കിൽ π² പുറത്തെടുത്താൽ -2 + 1 വരും. -2 + 1 -1, -1 ഇൻറ്റു π² -π² ഡിവൈഡഡ് ബൈ എന്താണ്, 2, ഡിവൈഡഡ് ബൈ എന്താണ്, 2. സോ അപ്പോൾ ഒരു പൈയും ഒരു സ്ക്വയറും കൂടെ വെട്ടാം, ശരിയല്ലയോ. സോ അപ്പോൾ ആൻസർ എന്ത് കിട്ടും, -π/2 എന്താണ്, -π/2. സോ അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു, a0 കണ്ടുപിടിച്ചു. a0 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, -π/2. ക്ലിയർ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് an കണ്ടുപിടിക്കണം, bn കണ്ടുപിടിക്കണം. അതിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് പതിയെ പതിയെ പ്രവേശിക്കാം. സോ അപ്പോൾ നമ്മൾ a0 കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം, an കണ്ടുപിടിക്കണം. അപ്പോൾ an-ൻ്റെ ഫോർമുല എഴുതുക. an ഇസ് ഈക്വൽ ടു എന്താണ്, 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L f of x ഇൻറ്റു കോസ് nπx/L dx ഈക്വൽ ടു 1/L എന്ന് പറയുന്നത് എന്താണ്, പൈ. ഇൻ്റഗ്രൽ ലിമിറ്റ് സ്പ്ലിറ്റ് ആക്കി കൊടുക്കണം അല്ലേ. ലിമിറ്റ് സ്പ്ലിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യമേ -π മുതൽ 0 വരെ, -π മുതൽ 0 വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസ് എന്ത് കൊടുക്കണം, -π കൊടുക്കണം. -π ഇൻറ്റു കോസ് nπx/Lൻ്റെ പ്ലേസിൽ പൈ കൊടുക്കണം. L π ആണെന്ന് നമുക്കറിയാം, dx പ്ലസ് അടുത്ത ലിമിറ്റ് സ്പ്ലിറ്റ് ആകുമ്പോൾ 0 മുതൽ π വരെ, 0 മുതൽ π വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആളാരാണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ എക്സ് ആണ് അല്ലേ. 0 മുതൽ π വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു കോസ് nπx/Lൻ്റെ പ്ലേസിൽ എന്താണ്, പൈ dx. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ലിമിറ്റാണ് നമുക്ക് എന്ത് ചെയ്തെടുക്കേണ്ടത്, ഇവാലുവേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൈ വെട്ടിക്കളയാം ഇപ്പം തന്നെ. ഓക്കെ,
സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π ടു 0. ഓക്കെ, ഇവിടെ ഒരു -π എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്താക്കാം അല്ലേ, -π പുറത്താക്കാം. ഓക്കെ, സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഈ -π കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവനെ പുറത്താക്കി. ബാക്കി എന്തുണ്ട്, cos nx അല്ലേ, -π കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തെഴുതി. സംശയമില്ലല്ലോ, ഇവിടെ -π കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തോട്ട് എഴുതി. ബാക്കി ഇൻ്റഗ്രൽ -π ടു 0 cos nx, nxേ വരത്തുള്ളൂ, π കട്ടായാലും പിന്നെ nxേ ഉള്ളൂ, dx പ്ലസ് ഇൻ്റഗ്രൽ 0 to π x ഇൻറ്റു cos nx dx. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ ഇത് നമ്മൾ പക്കയായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. 1/π ഇൻറ്റു -π ഇൻറ്റു cos nxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, sin nx ഡിവൈഡഡ് ബൈ n, ശരിയല്ലയോ, sin nx ബൈ n. ഓൾറെഡി നമുക്കറിയാവുന്ന ഇൻ്റഗ്രല്ല, cos nxൻ്റെ ഇൻ്റഗ്രൽ sin nx ബൈ n ആണ്, ശരിയല്ലേ. അകത്ത് കിടക്കുന്ന nxൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള n കൊണ്ട് ഹരിക്കുന്ന കാര്യം മറക്കരുത്. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്, -π മുതൽ 0 വരെ. പ്ലസ് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ അഥവാ UV റൂൾ യൂസ് ചെയ്യണം, UV റൂൾ അല്ലേ, uv1. അപ്പോൾ ഈ എക്സ് ഡെറിവേറ്റീവ് എടുത്ത് 0 എന്ന ആളാണ്, അതാണ് യു ആയിട്ട് എടുക്കേണ്ടത്. സോ u ഇൻറ്റു v1 cos nxൻ്റെ ഇൻ്റഗ്രൽ sin nx ഡിവൈഡഡ് ബൈ n മൈനസ് u ഡാഷ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും. v2 എന്ന് പറയുന്നത് എന്താണ്, ഈ sin nx ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ, sin nxൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nx ബൈ n വരും. ആ എന്നും ഈ എന്നും കൂടെ ചേർന്ന് എന്താവും, n². ശരിയല്ലേ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്, 0 മുതൽ π വരെ അല്ലേ, 0 മുതൽ π വരെ. ഇനി ഇവിടെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ നല്ല വൃത്തിയായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ താഴോട്ട് എഴുതണം. ആ താഴോട്ട് എഴുതുന്ന സ്റ്റെപ്പിൽ നിങ്ങൾ ഒറ്റ മാറ്റം വരുത്തിയാൽ മതി. ഈ മൈനസും കൂടെ ചേർത്ത് എന്താക്കിയാൽ മതി, പ്ലസ് ആക്കിയാൽ മതി. ഓക്കെ, 1 ഇൻറ്റു എന്നുള്ളത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലല്ലോ, 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഓക്കെ, ഇത്രയും മാറ്റങ്ങളാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് നിങ്ങൾ വരുത്തേണ്ടത്. അത് നിങ്ങൾ വരുത്തിക്കണേ, ഒരു വ്യത്യാസമില്ല, സിമ്പിൾ സംഭവമാണ്. ആ 2 മൈനസ് ചേർത്ത് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതണം. ആ 2 മൈനസ് ചേർത്ത് പ്ലസ് ആക്കണം. ഇവിടെ 1 ഇൻറ്റു എന്നായതുകൊണ്ട് ആ ബ്രാക്കറ്റിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ ക്ലിയർ ഐറ്റം. ഇവിടെയാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ശ്രദ്ധിച്ച് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക. സോ 1/π ഇൻറ്റു, തെറ്റിക്കാതെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യണേ. ഇനി എല്ലാം മൈൻഡ് മാത്താണ്, മനസ്സിൽ ചെയ്യണം. ഞാൻ ഇങ്ങോട്ട് കൊടുക്കുക, അപ്പർ ലിമിറ്റ് എക്സിന് 0 കൊടുക്കുക, സൈൻ 0 ഓക്കെ ആണേ. അപ്പോൾ അത് 0 ആയി. അപ്പർ ലിമിറ്റിലെ ആദ്യത്തെ ആൾ 0 ആയി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാൻ പോവുക. ലോവർ ലിമിറ്റ് എക്സിന് കൊടുക്കുന്ന π ആണ്, സൈൻ nπ. -π ആയിക്കോട്ടെ +π ആയിക്കോട്ടെ, ജനറലി സൈൻ nπ എന്താണെന്നറിയാം, 0 ആണെന്നറിയാം. ലോവർ ലിമിറ്റ് 0. അപ്പോൾ ആദ്യത്തെ 2 പേരും 0 ആയി കിട്ടി. അപ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ അൾട്ടിമേറ്റ്ലി ദ ആൻസർ ഈസ് എന്താണ്, 0. അതിനെ -π കൊണ്ട് ഗുണിച്ചാലും 0 അല്ലയോ. അതായത് ഇങ്ങനെയാണ് വരും, -π ഇൻറ്റു 0 - 0 എന്ന് വരും, ശരിയല്ലേ. -π ഇൻറ്റു 0 - 0. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെന്തായി, 0 ആയി. പ്ലസ് ഇനി ഇവിടെ ലിമിറ്റ് കൊടുക്കാം. ഇതൊക്കെ അറിഞ്ഞിരിക്കണേ, സൈൻ 0 ആണെന്നും സൈൻ nπ 0 ആണെന്നും ഒക്കെ അറിഞ്ഞിരിക്കണം. അറിയാത്തവരൊക്കെ ഒന്ന് എഴുതിയിട്ടാണേ. സൈൻ 0 ആണ്, കോസ് 0 1 ആണ്. ഓക്കെ, സൈൻ nπ 0 ആണ്, കോസ് nπ -1/n ആണ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. എല്ലാം നേരത്തെ പഠിപ്പിച്ചതാണ്. ഓക്കെ, ഇനി ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ എക്സിന് π കൊടുത്താൽ സൈൻ nπ വരും. അത് 0 ആയിപ്പോയി, ആദ്യത്തെ ആൾ 0 ആയിപ്പോയി. ഇപ്പോൾ 0+ എന്ന് എഴുതണ്ടല്ലോ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ എക്സിന് π കൊടുത്താൽ കോസ് nπ എന്ത് വരും, -1/n വരും, ബൈ ഒരു n² ഉണ്ട്. അപ്പോൾ അപ്പർ ലിമിറ്റായി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇവിടെ സൈൻ 0 വരും, ശരിയല്ലോ. എക്സിന് 0 കൊടുത്താൽ സൈൻ 0 ആണ്. ബാക്കി എന്താണുള്ളത്, കോസ് 0 1 ആണ് അല്ലേ, കോസ് 0 1 ആണ്. സോ 1/n², ശരിയല്ലേ. കോസ് n ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ കോസ് 0 ബൈ n² എന്ന് പറഞ്ഞാൽ 1/n².
സോ അൾട്ടിമേറ്റ്ലി ഇവനും എന്തായിപ്പോയി 0. 0 - 0 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം 0 ആണ്. സോ ആൻസർ എന്ത് മാത്രമേ ഉള്ളൂ? 1/π ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലയോ, n². അപ്പം ന്യൂമറേറ്റർ കുറച്ചങ്ങ് എഴുതിക്കോട്ടെ. -1/n -1 -1/n². ഓക്കെ, 1/π ഇൻറ്റു -1/n -1/n². ഒന്നുകൂടെ ഒന്ന് വൃത്തിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്റർ പൈയുടെ കൂടെ ചേർത്തങ്ങ് എഴുതാം. 1/πn² ഇൻറ്റു -1/n -1. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ an എന്ന് പറയുന്നത് അല്ലേ, an എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. an എന്താണ്? 1/πn² ഇൻറ്റു -1/n -1 ആണ് an. ഇനി നമുക്ക് bn കണ്ടുപിടിക്കണം. സോ അപ്പോൾ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? bn കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ a0 an ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് bn കണ്ടുപിടിക്കണം. bnൻ്റെ ഫോർമുല എന്താണ്? bn is equal to 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L f of x ഇൻറ്റു സൈൻ nπx/L dx. ശരിയല്ലയോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/L എന്ന് പറയുന്നത് എന്താണ്? പൈ ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എന്നുള്ളത് സ്പ്ലിറ്റ് ആക്കണം, കാരണം ലിമിറ്റ് സ്പ്ലിറ്റ് ആയതുകൊണ്ട്. ഒന്ന് -π മുതൽ 0 വരെ f of x എന്ന് പറയുന്നത് -π ആണ്. കൂട്ടത്തിൽ സൈൻ nπx/L എന്ന് പറയുന്നത് പൈ dx പ്ലസ് ഇൻ്റഗ്രൽ 0 മുതൽ പൈ വരെ f of x എന്ന് പറയുന്നത് x ആണ്. ബാക്കി സൈൻ nπx/L എന്ന് പറയുന്നത് പൈ dx. ഓക്കെ, പൈ ക്യാൻസലാക്കി കളയാം. ബാക്കി എന്താണ് വരിക? സോ 1/π ഇൻറ്റു ഇവിടെ -π കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി സൈൻ nx അല്ലേ ഉള്ളൂ. സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? -cos nx/n. ശരിയല്ലേ? ബാക്കി ഇവിടെ -π പുറത്ത് നിർത്തിയാൽ ബാക്കി സൈൻ nx ഉള്ളൂ. സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ അറിയാം, -cos nx/n ആണ്. ഇൻ്റഗ്രേഷനൊക്കെ ബേസിക് അറിയാമല്ലോടെ. സൈനിൻ്റെ ഇൻ്റഗ്രൽ -cos ആണ്. അകത്ത് കിടക്കുന്നത് nxൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള n കൊണ്ട് ഹരിക്കണം ഇൻ ദ കേസ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓവർ ദ ലിമിറ്റ് -π മുതൽ 0 വരെ. ശരിയല്ലയോ? ഓവർ ദ ലിമിറ്റ് -π മുതൽ 0 വരെ. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പ്ലസ് ഇവിടെ uv റൂൾ, എക്സ് ഫംഗ്ഷനാണ്, സൈൻ nx ഫംഗ്ഷനാണ്. uv1 - u'(v2) പരിപാടി അപ്ലൈ ചെയ്യുക. സോ x ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? -cos nx /n. ഓക്കെ, uv1 - u' എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു v2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിർത്തിയ ആളുടെ ഇൻ്റഗ്രൽ അല്ലേ, -cos nx/n ഇൻ്റഗ്രൽ. അപ്പോൾ മൈനസ് മാറ്റി നിർത്തണം. cos nxൻ്റെ ഇൻ്റഗ്രൽ സൈൻ nx/n വരും. ആ എന്നും ഈ എന്നും കൂടെ ചേർന്ന് n². ഓക്കെ, ഓവർ ദ ലിമിറ്റ്. ഇനി അടുത്ത് എഴുതണോ? ഇനി 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ഓവർ ദ ലിമിറ്റ് എന്താണ്? 0 to π. ഇവിടെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ uv റൂൾ അപ്ലൈ ചെയ്ത് എല്ലാവർക്കും മനസ്സിലായല്ലോ. uv1 x ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ -cos nx/n -u' എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. v2 എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ആളുടെ ഇൻ്റഗ്രൽ. അപ്പോൾ അവിടെ മൈനസ് മാറ്റി നിർത്തണം. cos nxൻ്റെ ഇൻ്റഗ്രൽ സൈൻ nx/n, ആ എന്നും ഈ എന്നും കൂടെ ചേർന്ന് n² ആക്കണം. ഓക്കെ, ഓവർ ദ ലിമിറ്റ് 0 മുതൽ π വരെ. ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഞാൻ ഇവിടെ വരുത്തുവാണ്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ മാറ്റിയാൽ മതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ഈ മൈനസും കൂടെ ചേർത്തുണ്ടാകാം, പ്ലസ് ആക്കാം. 1 ഇൻറ്റു ആകുമ്പോൾ സെയിം എഫക്റ്റ്, മുമ്പത്തെ പോലെ തന്നെ. 1 ഇൻറ്റു സൈൻ nx/n² എന്ന് പറഞ്ഞാൽ സൈൻ nx/n². മറ്റൊരു മാറ്റം നിങ്ങൾ വരുത്തേണ്ടത് ഇവിടെ എക്സ് ഇൻറ്റു മൈനസ് ഇല്ലയോ, അപ്പോൾ ഞാൻ ഇവിടെ മൈനസ് അങ്ങാക്കിക്കോട്ടെ. എക്സ് ഇൻറ്റു മൈനസ് എന്നുള്ളത് മൈനസ് എക്സ് എന്നങ്ങാക്കിക്കോട്ടെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ പ്ലസ് കൊടുത്തിട്ട് ഇവിടെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് അകത്ത് നമുക്ക് മൈനസ് ഒക്കെ പുറത്തെടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ആയിക്കോട്ടെ, -x. സംശയമൊന്നുമില്ലല്ലോ. ഇതാണ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റം. ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, എക്സ് ഇൻറ്റു സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ -cos nx/n. അവിടെ പ്ലസും മൈനസും കൂടെ ചേർത്ത് ഞാൻ മൈനസ് ആക്കിയിട്ടുണ്ട്.
മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ വരുത്തണ്ടേ, നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എഴുതിയാൽ മതി. വരുത്തേണ്ട മാറ്റങ്ങൾ സംശയമൊന്നുമില്ലല്ലോ. മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ ആക്കണം, പ്ലസ് സൈൻ എൻ എക്സ് ബൈ എന്താണ് എൻ സ്ക്വയർ. ഈ ഒരു സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് ലിമിറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത്രയും കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാം. ഇനി ഞാൻ ലിമിറ്റ് കൊടുക്കാൻ പോവാണേ. സോ അപ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. നമുക്ക് ലിമിറ്റ് കൊടുത്ത് നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കാം. മൈനസ് പൈ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? മൈനസ് കോസ് എൻ ഇൻറ്റു 0, കോസ് 0 എന്ന് പറയുന്ന 1 ആണ് അല്ലേ. ബൈ എന്താണ് എൻ, ശരിയല്ലയോ? ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ, മൈനസ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, ഒരു മൈനസ് ഉണ്ട്. മൈനസ് കോസ് എക്സിന് 0 കൊടുത്ത കോസ് 0 എന്ന് പറയുന്ന 1 ആണ്, ബൈ എൻ. അപ്പോൾ അപ്പർ ലിമിറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. മൈനസ് ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കണം? മൈനസ് പൈ കൊടുക്കണം, ശരിയല്ലയോ? അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് കഴിഞ്ഞ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ശരിയല്ലോ? ആ മൈനസ് കൊടുക്കണം. കോസ് എൻ മൈനസ് പൈ, ശ്രദ്ധിച്ചിരിക്കണേ, കോസ് എൻ മൈനസ് പൈ. ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചോണേ. എക്സിന് പകരം മൈനസ് പൈ കൊടുക്കുന്നത്, കോസ് എൻ മൈനസ് പൈ. കോസിനകത്ത് മൈനസ് വന്നാൽ അത് നേരെ പോസിറ്റീവ് ആണെന്ന് പഠിച്ചിട്ടില്ലയോ? അതെന്ത് തന്നെയാണ്? കോസ് എൻ പൈ തന്നെയാണ്. മനസ്സിൽ പതിപ്പിച്ചോണേ. കോസ് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നില്ലയോ? സൈനകത്ത് മൈനസ് വന്നാൽ മൈനസ് നേരെ പുറത്ത് വരും, ശരിയല്ലേ? അപ്പോൾ സൈൻ ഓഫ് മൈനസ് തീറ്റ, സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് മൈനസ് സൈൻ തീറ്റ. പക്ഷെ കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റയാണ്. അതുകൊണ്ടാണ് കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആവാനുള്ള കാരണം പുറത്ത് മൈനസ് നിൽക്കത്തില്ല അല്ലേ. സോ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാണ്. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരരുത്, ഒന്ന് തെളിക്കുവാണത്. ഇവിടെ എക്സിന് മൈനസ് പൈ കൊടുത്താൽ കോസ് ഓഫ് മൈനസ് പൈ എന്നുള്ളത് കോസ് എൻ പൈ എന്നാക്കി അങ്ങ് ആക്കാമല്ലോ. കോസ് എൻ പൈ എന്തുവാണെന്നറിയാം? -1/n ആണെന്നറിയാം അല്ലേ. സോ അൾട്ടിമേറ്റ്ലി ദ ആൻസർ ഈസ് എന്താണ്? -1/n, ശരിയല്ലേ? -1/n. ഓക്കെ, അപ്പം നല്ലോണം ശ്രദ്ധിച്ചോണം. ഈ മൈനസ് ഏത് മൈനസാ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് സ്റ്റാൻഡേർഡ്. ആ മൈനസ് ആണിത്. ഓൾറെഡി ഇവിടെ ഉള്ള മൈനസ് ആണ് രണ്ടാമത് കാണുന്നത്. കോസ് എൻ ഓഫ് മൈനസ് പൈ എന്ന് പറയുന്നത് കോസ് എൻ പൈ തന്നെയാണ്. അതിൻ്റെ ഉത്തരം -1/n ആണ്. ആ -1/n ആണ് അതിനുശേഷം കാണുന്നത്. ബൈ ആര് നിൽപ്പുണ്ട്? ഒരു n നിൽപ്പുണ്ട്. ഓക്കെ, തെറ്റിക്കരുത്. ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ ആവുന്നത്. തെറ്റാതെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, ദെൻ അപ്പോൾ അവിടുത്തെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണ്? അതുകൊണ്ട് ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പരിപാടി കൊടുക്കുക. പ്ലസ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, -π ഇൻറ്റു കോസ് എൻ പൈ, -π ഇൻറ്റു കോസ് എൻ. എക്സിന് പൈ വന്നാൽ കോസ് എൻ പൈ എന്താവും? -1/n ആവും, ശരിയല്ലേ? -1/n ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഒരു n കിടപ്പുണ്ട്. സൈൻ എൻ പൈ എന്താവും? 0. അപ്പോൾ അത് നോക്കണ്ട. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എക്സിന് 0 കൊടുത്താൽ 0 ഇൻറ്റു കോസ് 0 1 ആണെങ്കിലും 0 ഇൻറ്റു എന്ന് തുടങ്ങുന്നതുകൊണ്ട് അത് 0 ആവും. സൈൻ 0. അപ്പോൾ ഇനി അങ്ങോട്ട് -0 ഇടേണ്ട ആവശ്യമില്ല, ഇവിടെ കൊണ്ട് നിർത്താം. ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ 2 മൈനസ് ഉണ്ട്. ഈ 2 മൈനസുകൾ ചേർത്ത് ഞാൻ എന്താക്കണം? പ്ലസ് ആക്കണം. അത് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ആക്കിയാൽ മതി. ഞാൻ ഇവിടെ വെച്ച് ആക്കുവാണ്. 2 മൈനസുകൾ ചേർത്ത് പ്ലസ് ആക്കി. ഇനി ഈ പ്ലസും മൈനസും കൂടെ ചേർത്ത് മൈനസ് ആക്കാം, ശരിയല്ലേ? പ്ലസും മൈനസും കൂടെ ചേർത്ത് മൈനസ് ആക്കാം. സെറ്റല്ലേ? സോ ഇനി നിങ്ങൾ നോക്കിയേ, ഈ 3 ടേമിലും എന്ത് കിടപ്പുണ്ട്? ഇവിടെ ഇനി നോക്കുക, ഇതൊരു സിംഗിൾ ടേം അല്ലേ? ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്. നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ 1/π ഉള്ളിലേക്ക് കൊടുക്കാം. 1/π ഉള്ളിലേക്ക് കൊടുക്കുമ്പം ഓൾറെഡി ഇവിടെ -π ഉണ്ട്. ഒരു -1 പ്ലസ് -1/n ഉണ്ട്, ശരിയല്ലേ? -1 പ്ലസ് -1/n ഉണ്ട്. ബൈ n ഉണ്ട്, ശരിയല്ലേ? ബൈ n ഉണ്ട്. ഈ 1/π ഉള്ളിലേക്ക് പോകുമ്പോൾ ബൈ പൈയും കൂടെ കയറി വരും, ശരിയല്ലേ? ഈ 1/π ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ബൈ പൈ കയറി വരും. -π ഇൻറ്റു -1/n ബൈ n. ഈ 1/π ഉള്ളിലേക്ക് വരുമ്പോൾ ബൈ ഒരു പൈയും കൂടെ വരും, ശരിയല്ലേ? അപ്പോൾ ഈ പൈ എല്ലാം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ ചിന്തിച്ചാൽ ഇവിടെ രണ്ടിടത്തു നിന്നും പൈ കോമൺ എടുത്തിട്ട് ഈ പൈയുമായിട്ട് വെട്ടിയാലും മതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതേണ്ട ഈ മൈനസ് കണ്ടോ? ഈ മൈനസ് ഞാൻ ഉള്ളിലേക്ക് കയറ്റുക. ഈ പുറത്ത് കിടക്കുന്ന മൈനസ് ഉള്ളിലേക്ക് കയറ്റുവാണ്. അപ്പോൾ ഈ മൈനസും കൂടെ ചേർന്ന് +1 ആവും. ഈ മൈനസും ഈ പ്ലസും കൂടെ ചേർന്ന് -1/n ആവും. ഓക്കെ, ബൈ n
-1/n/n. സെറ്റല്ലേ? സോ ഇനി ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഒരു സിംഗിൾ ഫ്രാക്ഷനാക്കി മാറ്റാം. സോ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഞാൻ ഇതൊരു സിംഗിൾ ഫ്രാക്ഷൻ ആക്കാൻ പോവാണ്. എന്താണ് വരിക? 1 -1/n -1/n ഡിവൈഡഡ് ബൈ n. ശരിയല്ലേ? 1 -1/n -1/n/n. ഇതുണ്ട്. ഈ -1/n ചുമ്മാ എക്സ് ആയിട്ട് സങ്കല്പിച്ചേ. -x -2x ആണെന്നറിയാമല്ലോ. ശരിയല്ല? ഈ -1/n സ്ഥലത്ത് എക്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പം -x -2x ആണ്. ഇത് അറിയാമല്ലോ, -x എന്ന് പറഞ്ഞാൽ -2x ആണ്. അപ്പോൾ അതനുസരിച്ച് എന്ത് വരും? -2 × -1/n. ശരിയല്ലേ? -1/n -1/n എന്ന് പറഞ്ഞാൽ -2 ടൈംസ് -1/n ബൈ എന്താണ്? n. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ bn എന്ന് പറയുന്നത്. ഇത് നല്ലോണം bn ആണ് പലർക്കും തെറ്റുന്നത്. ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ 8 മാർക്കിൻ്റെത് ഈ റിഡക്ഷന് മുൻപ് നമുക്ക് ഫൈനൽ ഫോർമാറ്റ് എഴുതുന്നതിന് 8 മാർക്കാണ് അല്ലേ? എന്നും bnനും a0ഉം കൊടുത്ത് ഫൊറിയർ സീരീസ് എഴുതുന്നതിന് 8 മാർക്കാണ്. ആ 8 മാർക്ക് 4 മാർക്കിലോട്ട് പോകും bn തെറ്റിയ. bn തെറ്റരുത്, പക്കയായിരിക്കണം. an വരെ a0 an വരെ 4 മാർക്കിനുള്ള വകുപ്പേ ഉള്ളൂ. ബാക്കി bnനും ഫൈനൽ എക്സ്പാൻഷനും ഒക്കെ കഴിഞ്ഞാണ് ബാക്കി മാർക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും കളയരുത് കേട്ടോ, പഠിച്ചോണം നല്ലപോലെ. സോ bn എന്താണ്? bn is equal to 1 - 2 × -1/n/n. ഓക്കെ. സോ ഇവന്മാരെ എല്ലാവരെയും കൂടെ വെച്ചുകൊണ്ട്, ഈ a0ഉം a-നും bnനും കൂടെ വെച്ചുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഫൈനലായിട്ടുള്ള ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ പോവാണ്. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എഴുതാൻ പോവാണ്. എന്തായിരുന്നു ഇക്വേഷൻ നമ്പർ 1 എല്ലാവരും എഴുതിയിട്ടിട്ടില്ലേ? എല്ലാവരും അത് നോക്കി ഒന്നുകൂടെ ഒന്ന് എഴുതിയിട്ടെ. f(x) = a0/2 പ്ലസ് സിഗ്മ n = 1 to ∞ an cos nx പ്ലസ് bn sin nx. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ശരിയല്ലേ? ഇനി ഇതിനകത്തോട്ട് ഈ വാല്യൂസ് എല്ലാം കൊടുക്കുക. a0, an, bn ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് എഴുതിക്കേ. സോ f(x) = a0ന് പകരം -π/2, a0ന് പകരം -π/2. ഓൾറെഡി ഫോർമുലയിൽ ഒരു /2 ഉണ്ട്, അത് വിട്ടുപോകരുത് കേട്ടോ. പ്ലസ് സിഗ്മ n = 1 to ∞ an പകരം 1/πn², 1/πn². ശ്രദ്ധിച്ചു കൊടുക്കണേ. 1/πn² -1/n -1, 1/πn² -1/n -1. ശരിയാണോ നോക്കിയേ? an എന്ന് പറയുന്നത് എന്താണ്? 1/πn² -1/n -1 കൂട്ടത്തിൽ cos nx പ്ലസ് bnന് പകരം 1 - 2 × -1/n/n sin nx. ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. കഴിഞ്ഞില്ല, ഒരു സ്റ്റെപ്പ് കൂടെ ആകുമ്പോഴേ ഫൈനൽ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ 8 മാർക്കിൻ്റെ പരിപാടി കഴിയത്തുള്ളൂ. f(x) = -π/2 × 2 4 ആക്കി എഴുതണം. ഓക്കെ. എന്താണ് a/b/c? a/b/c ആണെങ്കിൽ a/b × c ആണെന്നറിയാമല്ലോ. അതനുസരിച്ച് ഈ 2 ും 2ഉം കൂടെ ഗുണിച്ച് 4 ആക്കണം. ഓക്കെ. ബാക്കി എന്തുണ്ട്? പ്ലസ് സിഗ്മ n = 1 to ∞ 1/πn² -1/n -1 cos nx പ്ലസ് 1 - 2 × -1/n/n sin nx. Okay, so this is the final Fourier series representation. Fourier series representation. ഓക്കെ, അതാണ് റെപ്രസെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം. ഇപ്പോഴാണ് റെപ്രസെൻറ്റ് എന്ന് പറയുന്ന സംഭവമായത്. ഇനി ഒരു ഡിഡക്ഷൻ കൂടെ ചെയ്യാനുണ്ടായിരുന്നു നമുക്ക്. ഈ റെപ്രസെൻറ്റേഷൻ വെച്ചുകൊണ്ടാണ് നമുക്ക് ഡിഡക്ഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ 2 മാർക്കിൻ്റെ ഡിഡക്ഷൻ കൂടെ എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. സോ അപ്പോൾ നമുക്കൊരു ഡിഡക്ഷൻ കൂടെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യനും ഡെഡ്യൂസ് ചെയ്യാനുള്ള സാധനം ആദ്യമേ എഴുതിയിട്ടത് ഞാൻ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഡിഡക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ എനിക്ക് തോന്നുന്നു x = π കൊടുത്തായിരുന്നു ഡെഡ്യൂസ് ചെയ്തത്, ശരിയല്ലേ?
കാരണം അവിടെ എനിക്ക് പൈ സ്ക്വയർ ഒക്കെ കൊണ്ടുവരണമായിരുന്നു. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആകുന്ന ക്വസ്റ്റിനകത്ത് നേരത്തെ ഒരു ഡിഡക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടോ, ഇങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞ് കിടക്കുന്ന ഫംഗ്ഷനാണ് അല്ലേ, സ്പ്ലിറ്റ് ആവുന്ന ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ചില പോയിന്റുകളിൽ വരുമ്പോൾ രണ്ട് സ്വഭാവങ്ങൾ കാണിക്കുന്ന ഫംഗ്ഷനാണ്, പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള ഫംഗ്ഷനാണ് അല്ലേ. അതിലെ ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് എന്തെന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, ശരിയല്ലയോ. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, എക്സ് ഈക്വൽ ടു 0 ആണ്. ശ്രദ്ധിച്ചിരിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഇതുപോലെ തന്നെ എക്സാമിന് വരുന്നതാണ്. പുട്ട് എക്സ് ഈക്വൽ ടു എന്താണ് 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. എന്താണ്, പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, അത് എഴുതാൻ പറ്റിയാൽ നല്ലതാണ്. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ എന്താണ് വരിക, എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എന്ന് നേരിട്ട് കയറി എഴുതാൻ പറ്റത്തില്ല, ശരിയല്ല, ഇങ്ങനെ രണ്ട് സ്വഭാവം കാണിക്കുന്ന ഫംഗ്ഷനാണ്. അപ്പം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക, എഫ് ഓഫ് 0 എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ലിമിറ്റിൻ്റെയും റൈറ്റ് ലിമിറ്റിൻ്റെയും മീൻ ആയിരിക്കും. ഇതേപോലെ രണ്ട് സ്വഭാവം കാണിക്കുന്ന ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്, അതായത് എക്സ് ഈക്വൽ ടു 0 അഥവാ എഫ് ഓഫ് 0, എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിന് 0 കൊടുത്ത എഫ് ഓഫ് 0 ആണ് അല്ലേ, എഫ് ഓഫ് 0 ആണ്. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ലെഫ്റ്റ് ലിമിറ്റിൻ്റെയും റൈറ്റ് ലിമിറ്റിൻ്റെയും മീൻ ആയിരിക്കും. മീൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് പ്ലസ് റൈറ്റ് ലിമിറ്റ് ബൈ 2, ലെഫ്റ്റ് ലിമിറ്റ് പ്ലസ് റൈറ്റ് ലിമിറ്റ് ബൈ 2 ആയിരിക്കും. ഓക്കെ, സോ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് 0 മൈനസ് ആണ്, റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് 0 പ്ലസ് ആണ് ബൈ 2. സോ എഫ് ഓഫ് 0 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കുറയുന്നു, എക്സ് ലെസ് ദാൻ 0, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉത്തരം മൈനസ് പൈ, പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുന്നു, എക്സ് ഗ്രേറ്റർ ദാൻ 0, കറസ്പോണ്ടിങ് ഉത്തരം എക്സ് ആണ്, പക്ഷേ ആ എക്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണ് 0 അല്ലേ, അതായത് 0 ഡിവൈഡ് എക്സ് ആണ് ഉത്തരം, പക്ഷേ എക്സിന് 0 കൊടുക്കണമെന്നറിയാം, ബൈ എന്താണ് 2, സോ മൈനസ് പൈ ബൈ 2, മൈനസ് പൈ ബൈ 2. എഫ് ഓഫ് 0 എന്താണ് മൈനസ് പൈ ബൈ 2. ഇപ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു 0യിൽ ആദ്യം ഇവിടെ എഫ് ഓഫ് 0 ആണ്, ആ എഫ് ഓഫ് 0 എന്താണെന്ന് ആദ്യമേ നമ്മൾ ചെയ്ത് വയ്ക്കുക, മൈനസ് പൈ ബൈ 2 ആണെന്ന് ചെയ്ത് വയ്ക്കുക. സോ അപ്പോൾ എന്ത് വരും, എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0 വരും അല്ലേ, ആദ്യമേ എഫ് ഓഫ് 0 എന്ന് തന്നെ എഴുതാം, എഫ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് പൈ ബൈ 4 പ്ലസ് സിഗ്മ, ഇവിടെ ഒരു 1/π കോൺസ്റ്റൻ്റ് ആണ്, അതങ്ങ് പുറത്താകാം, 1/π പുറത്തെടുത്താൽ സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1/n മൈനസ് 1/n സ്ക്വയർ അല്ലേ, മൈനസ് 1/n മൈനസ് 1/n സ്ക്വയർ. കോസ് n ഇൻറ്റു 0, കോസ് 0 എന്താവും, ഇവിടെ കോസ് 0 എന്താവും 1 ആവും, ഇവിടെ സൈൻ n ഇൻറ്റു 0, സൈൻ 0 0, അപ്പോൾ ഈ മൊത്തം ടേം 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമില്ല, ഇതാണ് നമ്മുടെ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഇനി എഫ് ഓഫ് 0ക്ക് പകരം എന്ത് കൊടുക്കണം, മൈനസ് പൈ ബൈ 2 കൊടുക്കണം, തെറ്റിക്കല്ലേ, എഫ് ഓഫ് 0ക്ക് പകരം മൈനസ് പൈ ബൈ 2 ശ്രദ്ധിച്ചിരിക്കുക, അതായത് എഫ് ഓഫ് 0ക്ക് പകരം മൈനസ് പൈ ബൈ 2 ഈക്വൽ ടു മൈനസ് പൈ ബൈ 4 പ്ലസ് 1/π ഇൻറ്റു, ഇനി ഇവിടെ ഞാൻ വാല്യൂസ് കൊടുക്കുകയാണേ, എന്നിന് 1 കൊടുത്താൽ മൈനസ് 1/1 മൈനസ് 1 മൈനസ് 2 ബൈ 1 കൊടുത്താൽ 1 സ്ക്വയർ. ഓക്കെ, എന്നിന് 2 കൊടുത്താൽ മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 0 ബൈ 0 ആയതുകൊണ്ട് 0 ബൈ 2 സ്ക്വയർ 0 അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, 0 എന്ന് കിട്ടാൽ മതി. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ എന്ത് ചെയ്യുക, എന്നിന് 3 കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, എന്നിന് 3 കൊടുക്കുക, എന്നിന് 3 കൊടുത്താൽ മൈനസ് 1ൻ്റെ ക്യൂബ് മൈനസ് 1 മൈനസ് 1 മൈനസ് 2 ബൈ 3 സ്ക്വയർ. അടുത്തത് പ്ലസ് എന്നിന് 4 കൊടുക്കുക, മൈനസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് 1 മൈനസ് 1/4 പ്ലസ് 1 മൈനസ് 1 0 ബൈ 4 സ്ക്വയർ, 0 മൈനസ് 1 മൈനസ് 1 0 ആവും, അപ്പം 0 ബൈ ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത 5 കൊടുത്താൽ മൈനസ് 1/5 മൈനസ് 1 മൈനസ് 1 മൈനസ് 2 ബൈ 5 സ്ക്വയർ, അതായത് ഇങ്ങനെ ഈവൻ നമ്പേഴ്സിൽ മാത്രമേ ആൻസർ വരത്തുള്ളൂ, ശരിയല്ലേ. അടുത്ത എന്ത് വരും, മൈനസ് 2/7 സ്ക്വയർ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആളെ ഒന്ന് എഴുതിയിട്ടാണ്, ഞാനിപ്പോൾ അത് തുടച്ച് കളഞ്ഞു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആൾ എന്തായിരുന്നു, പ്രൂവ് ചെയ്യേണ്ടത് 1/1 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/5 സ്ക്വയർ ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 8 ആയിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അത് കിട്ടുന്നുണ്ടോ നോക്കാം, ഇവിടെ ഒന്ന് എഴുതിയിട്ടേക്കാവേ. പ്രൂവ് ചെയ്യേണ്ട സാധനം 1/1 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/5 സ്ക്വയർ എക്സെട്ര ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 8. ഇത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി.
സോ അടുത്ത സ്റ്റെപ്പിൽ ഈ -π/4 ഇപ്പുറം എടുക്കാം. -π/2 + π/4 = 1/π ഇൻറ്റു എല്ലായിടത്തും ഒരു -2 ഉണ്ട്. -2 അങ്ങ് പുറത്തെടുക്കാം. ബാക്കി എന്താ വരും? 1/1² + 1/3² + 1/5² + എക്സെട്ര. ഓക്കെ, ക്ലിയർ? സോ ഇവിടെ ക്രോസ് ചെയ്താൽ -4π + 2π / 8 ശരിയാണേ. ഇവിടെ -2/π -2/π ഇൻറ്റു 1/1² + 1/3² + 1/5² + എക്സെട്ര. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. സോ അപ്പോൾ ബാക്കി എന്താണ് വരിക? -4πയുടെ കൂടെ 2π കൂട്ടിയാൽ -2π/8 = -2π ഇൻറ്റു 1/1² + 1/3² + 1/5² + എക്സെട്ര. ഒരു മൈനസ് ക്യാൻസൽ ചെയ്യാം, 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ്ട് ഈ പൈ നേരെ ഇങ്ങോട്ട് വരും. π ഇൻറ്റു π എന്താവും? π². ശരിയല്ലേ? π²/8. π ഇൻറ്റു π π²/8 = 1/1² + 1/3² + 1/5² + എക്സെട്ര. ഓക്കെ, പ്രൂഫായല്ലോ. π²/8 = 1/1² + ശരിയല്ലേ? π²/8 = 1/1² + 1/3² + 1/5² + എക്സെട്ര. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ പറയുന്ന ഫൊറിയർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അത്യാവശ്യം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൊറിയർ സൈൻ സീരീസ് റെപ്രസെൻറ്റേഷനും ഫൊറിയർ കൊസൈൻ സീരീസ് റെപ്രസെൻറ്റേഷനും കൂടാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. അണ്ടിൽ ദെൻ സീ യു.